ഫ്രണ്ട്സ്, എല്ലാവർക്കും ആസിയാസ് കുക്കിംഗ് ഹൈവിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ നല്ലൊരു മുഹറം സ്പെഷ്യൽ ചിക്കൻ മജ്ബൂസ് റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോയോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും ചെറിയ പീസാക്കിയൊന്നും എടുക്കണ്ട, കുറച്ച് വലുതാക്കി എടുത്താലും മതി. എനിക്കിപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത്, അതുകൊണ്ട് ഞാനിത് എടുക്കുന്നു. അതിലേക്ക് നമുക്കൊരു 1/4 കപ്പിലും താഴെ വിനാഗിരി ഒന്ന് ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഇങ്ങനെ വയ്ക്കുമ്പോൾ നമ്മുടെ ചിക്കൻ കുറച്ചുകൂടി സോഫ്റ്റായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഞാൻ ഈ മെഷറിംഗ് കപ്പിന് ഒരു 4 കപ്പ് കൈമ റൈസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബസുമതി റൈസോ സെല്ല റൈസോ എടുക്കാം. എൻ്റെ കയ്യിലിപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടി വെച്ച് കൊടുക്കണം. അതായത് നമ്മൾ അരി എടുത്ത കണക്കിന് വേണം വെള്ളം വയ്ക്കാൻ. ഞാനിപ്പോൾ 4 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്, അപ്പോൾ 8 കപ്പ് വെള്ളമാണ് വെക്കുന്നത്. ഇതിപ്പോൾ കുക്കറിലായതുകൊണ്ട് ഞാൻ 7 കപ്പ് വെള്ളമേ വെക്കുന്നുള്ളൂ. കാരണം ചിക്കനിലുള്ള വെള്ളവും കൂടി വരുമ്പോഴേക്കും അത് കറക്റ്റായിട്ട് നിൽക്കും. ഇനി ഇതിലേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂൺ മജ്ബൂസ് മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മജ്ബൂസ് മസാല ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ മസാല ചേർത്താലും മതിയാവും. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച് 1 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി അത് ഞാനിപ്പോൾ ഊറ്റിയെടുത്തിട്ടുണ്ട്. അതൊന്ന് വറുത്തെടുക്കണം. അരി ഇങ്ങനെ നമ്മൾ വറുത്തെടുക്കുമ്പോൾ നമ്മൾ ഈ വേവിച്ച് കഴിയുമ്പോൾ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വറുത്തെടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമ്മുടെ ചിക്കൻ പീസ് എല്ലാം അങ്ങ് കോരി മാറ്റാം. നിങ്ങൾ വെക്കുമ്പോൾ കുറച്ചുകൂടി വലിയ പീസാക്കി കട്ട് ചെയ്തിട്ട് വേണം വെക്കാൻ. അപ്പോൾ നമുക്ക് എളുപ്പം കോരി മാറ്റാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ചെറിയ പീസായതുകൊണ്ടാണ് ഇത്രയും പാട്. ഇതിപ്പോൾ ഞാൻ മൊത്തം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അരി കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിത് 1 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് ഞാൻ ആ ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുവാണ്. ഇതിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഈ ചിക്കൻ പീസുകളെല്ലാം ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കനൊക്കെ നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കങ്ങ് കോരി മാറ്റാം. അപ്പോഴേക്കും ഇവിടെ നമ്മളുടെ ചോറ് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ചോറ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒരു ഫോർക്ക് കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഒന്ന് ഇളക്കി നോക്കാം. പരസ്പരം ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നല്ലതുപോലെ വന്നിട്ടുണ്ട് ചോറ്. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ മജ്ബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു ചോറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബിരിയാണിയേക്കാളൊക്കെ എളുപ്പമാണ്.